ഹലോ മുത്തുമണി, എന്തൊക്കെ പാടിസുഖല്ലേ? ഇന്ന് നല്ല രണ്ട് അപ്ഡേഷൻ പറയാനുണ്ട്. പക്ഷേ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. ഈ വീഡിയോ ലേശം ലെങ്ത്ത് കൂടിയ വീഡിയോ ആവും. സാധാരണ ഞാൻ ചെയ്യണ പോലത്തെ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് വീഡിയോ അല്ല. അത്യാവശ്യം ഇത് ലെങ്ത്ത് ഉണ്ടാവും. കാരണം ഈ വീഡിയോക്ക് അത്യാവശ്യം ലെങ്ത്ത് വേണം. എന്നാലേ ഇത് നിങ്ങൾക്ക് മുമ്പേ എനിക്ക് പറഞ്ഞിട്ട് അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ അത് ആദ്യമേ പറയാം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ലെങ്ത്ത് കൂടാൻ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യുക. അല്ലാത്തവർ വീഡിയോ ഒന്ന് ഫുള്ള് കാണുക. കാരണം എല്ലാവരും വീഡിയോ കാണണമെന്നാണ് ആഗ്രഹം. കാരണം എന്നാലും ഞാൻ എന്താ പറയുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കറക്റ്റ് മനസ്സിലാവുള്ളൂ. വേറെ ഒന്നുമില്ല, നമ്മുടെ മമ്മൂക്കയുടെ കളങ്കാവൽ എന്ന മൂവി റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു കാര്യം പറയാനുണ്ട്. ഒന്നല്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദിലീപേട്ടൻ ഇന്നലെ കുറ്റവിമുക്തനായിട്ട് അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വരാൻ പോകുന്ന ബബ്ബയെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ആദ്യമേ പറയാനുള്ളത്, വീഡിയോ ലോങ് ആയതുകൊണ്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റും, സ്കിപ്പ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കാണും. കാരണം ഞാൻ ഒരാളെ നിർബന്ധിക്കൊന്നുമില്ല. കാരണം വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് മാത്രം പറയാം. അപ്പോൾ ആദ്യം പറയാനുള്ളത്, നമ്മുടെ മമ്മൂക്കയുടെ കളങ്കാവലി ഈ സിനിമ നമുക്ക് ഏകദേശം കഴിഞ്ഞ ഒരു പെരുന്നാളിന് റിലീസാവേണ്ട മൂവിയാണ്. നമുക്ക് കാര്യങ്ങളറിയാം. മമ്മൂക്കയുടെ അസുഖം കാരണമാണ് അതിൻ്റെ റിലീസും കാര്യങ്ങളൊക്കെ നീണ്ടുപോയതൊക്കെ നമുക്കറിയാം. എന്നാൽ അദ്ദേഹം വരിക എന്നൊന്നും നമുക്കൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായിട്ടില്ല അവരുടെ ഭാഗത്തുനിന്നുണ്ട്. പിന്നെ പെട്ടെന്നാണ് അവർ പറഞ്ഞത് മമ്മൂക്കയുടെ ഓക്കെ ആയി, ഇനി മമ്മൂക്ക വരും, നമുക്കൊരു പ്രതീക്ഷ ഈ അടുത്തൊക്കെ വരുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞ് അവസാനം അവർ ഡേറ്റ് തീരുമാനിച്ച്, അതാണ് നവംബർ 27 എന്നുള്ള ആ ഡേറ്റ്. പക്ഷെ നവംബർ 27 വന്നപ്പോൾ എല്ലാവർക്കും നല്ല പ്രതീക്ഷ. കാരണം നല്ല ഡേറ്റാണ്. അത്യാവശ്യം നമ്മുടെ GCC കൺട്രീസിലൊക്കെ നല്ല എന്താ പറയുക ഹോളിഡേ ആണ്. കാരണം അവിടുത്തെ നാഷണൽ ഡേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോളിഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് നല്ല കളക്ഷൻ അവിടുന്ന് വരുന്നുള്ള പ്രതീക്ഷയാണ്. പെട്ടെന്നാണ് അതിൻ്റെ ചില എന്താ പറയുക OTT റൈറ്റ്സിൻ്റെ ചില ഇഷ്യൂസ് കാരണം അവരത് പോസ്റ്റ്പോണ്ട് ചെയ്ത്. അപ്പോൾ എല്ലാ ഫാൻസിനും ഒരുപാട് എന്താ പറയുക വിഷമം. കാരണം അതിന് മുമ്പേ ഒരു പ്രമോഷൻ, ഇതിനൊരു 1-2 മാസം മുമ്പ് പ്രമോഷൻ കാര്യങ്ങളൊന്നും വലിയതായിട്ട് ഉണ്ടായില്ല. ഫസ്റ്റ് ഒന്ന് 1-2 ഇട്ട് പിന്നെ അതൊക്കെ ഒരു ഡൗൺ ആയിപ്പോയി. പിന്നെ അതിൽ വരുന്ന പോസ്റ്റേഴ്സൊക്കെ നമുക്ക് ഒരുപാട് എന്താ പറയുക പ്രതീക്ഷകൾ തരുന്ന പോസ്റ്റർ. പെട്ടെന്നാണ് അതിൻ്റെ ടീസർ അവർ പുറത്തിട്ട്. ആ ഒരു ടീസറിൽ മമ്മൂക്കയുടെ ആ ഒരു ചെറിയ ഒരു പെട്ടിക്കട എത്തുന്ന മമ്മൂക്കയുടെ ഒരു എക്സ്പ്രഷൻ, അതാണ് എല്ലാവരും ഫസ്റ്റ് നോട്ട് ചെയ്ത കാര്യം. ആ ഒരു ഒറ്റ ഇതിലാണ് ആ പടത്തിന് വേറൊരു രീതിയിലേക്ക് ആ പടം പോയത്. നമുക്ക് ഏകദേശം അറിയാം അതിൻ്റെ കഥയും കഥാപാത്രങ്ങളും ഇങ്ങനെ എയറിൽ ഇങ്ങനെ കളിക്കട്ടെ. എന്നാലും നമ്മളതൊന്നും ഒരു വിശ്വസിക്കാത്ത രീതിയിൽ നമ്മളിങ്ങനെ കുറച്ചും ഭാഗം വിശ്വസിക്കുക അല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയി. നമുക്ക് ഏകദേശം അറിയാം. പക്ഷേ അവരെന്നെ പറയുന്നുണ്ട്, നമ്മൾ ബാക്കി പിന്നെ പറയാം. അപ്പോൾ അങ്ങനെ പോയി. അതിനുശേഷം അതിന് വേറെ ഒരുപാട് പോസ്റ്റേഴ്സ് വന്നു. പിന്നെ അതിൻ്റെ ട്രെയിലർ വന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര ആ ട്രെയിലർ വരാമല്ലോ എന്നുള്ള. പക്ഷേ ആ ട്രെയിലറിൽ അവസാനം നമ്മുടെ മമ്മൂക്ക അടിച്ച്. പക്ഷേ ആ ഒരു കാണിച്ചൊരു അതായത് മമ്മൂക്ക ഒരു എന്താ പറയുക മമ്മൂക്കയുടെ നിഴൽ മാത്രം. മമ്മൂക്ക ഇങ്ങനെ സിഗരറ്റ് വലിച്ചിട്ട് ആ സിഗരറ്റ് ഇങ്ങനെ റൗണ്ടിൽ സർക്കിളിൽ ഇങ്ങനെ വിടുന്നത് അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് അതിലൊരു ഡയലോഗ് ഉണ്ട്, എന്തിനെ കൊല്ലുമ്പോൾ ഏറ്റവും സുഖം കിട്ടുകയാണ്. ആ ഒരു ഡയലോഗോടെ നമുക്ക് ഇയാളെ ക്യാരക്ടർ എന്താണെന്നുള്ളത് നമുക്ക് അപ്പോഴത്തെ നമ്മൾ നോട്ട് ചെയ്തു. ഇയാളൊരു കട്ട വില്ലനാ, ഒരു സൈക്കോ ആവുന്നുള്ളത് നമുക്ക് ഏകദേശം നമുക്ക് അവിടെ കിട്ടി. അപ്പോൾ നമുക്ക് വിഷമമുണ്ട്. കാരണം അതിൽ നവംബർ 27 എന്നൊരു ഡേറ്റ് പറയുന്നുണ്ട്. കാരണം നമുക്ക് അവിടെ പ്രതീക്ഷ, കാരണം നല്ല ഡേറ്റാണ്, വ്യാഴാഴ്ച ദിവസമാണ്, നല്ല ടൈമാണ്, എല്ലാവർക്കും നല്ല ഓക്കെയാണ്. പക്ഷെ അവിടെയാണ് ഞാൻ പറഞ്ഞ പോലെ ആ റേസിന് ഇഷ്യൂസ് വരുന്ന കാരണം അതിൻ്റെ റിലീസ് പിന്നെ നമ്മൾ പ്രതീക്ഷ എന്താ വെച്ചാൽ ഈ വർഷം ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാട് ട്രോളന്മാർ വന്നിറങ്ങി. ഇനി 2005 മമ്മൂക്കയിൽ ആകെ 2 ഫ്ലോപ്പ് പടങ്ങൾ, അതായത് നമ്മുടെ ഡൊമിനിക്കും അതുപോലെ തന്നെ ബസൂക്ക. ഡൊമിനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഓടിക്കണം. ബസൂക്ക പ്രതീക്ഷ വിജയം നേടിയിട്ടില്ല, ഒരു ഫ്ലോപ്പ് തന്നെയാണ്. ആ ഒരു ഇത് വന്നപ്പോൾ ഒരുപാട് മമ്മൂക്കയുടെ കാലം കഴിഞ്ഞ് 2005 ഫുള്ള് മോഹൻലാലും മറ്റുള്ളവരൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. ലാലേട്ട് നല്ല പടങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് പടങ്ങൾ പൊട്ടിയതുണ്ട്. പക്ഷേ അന്നും നമ്മൾ പ്രതീക്ഷ കൈവിട്ടിട്ട് ചേട്ടാ. നമ്മൾ നല്ല പ്രതീക്ഷ എന്താ വെച്ചാൽ ചിലപ്പം ജനുവരിയിൽ ഫസ്റ്റിലൊക്കെ ഈ പടം റിലീസാവും. പിന്നെ പെട്ടെന്നൊരു അനൗൺസ് വരുന്നത് നമ്മുടെ ഡിസംബർ 5 ഈ ചിത്രം റിലീസ് ചെയ്യുന്നു. അപ്പോഴും ഒരുപാട് പ്രതീക്ഷ തരുമ്പോഴും മമ്മൂക്കയുടെ ചില ഫാൻസിന്, അല്ലെങ്കിൽ ഈ സിനിമയെ ഇഷ്ടപ്പെടുന്നവരല്ല, മമ്മൂക്കയുടെ ഫാൻസിന് തന്നെ അവർക്കൊരിതുണ്ട്, ഈ എന്തിനാണ് ജൂൺ 5 ഇട്ടത്? കാരണം അത് നല്ല ടൈമല്ല, ഒന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. പിന്നെ ഒരുപാടായിട്ട് മമ്മൂക്കയുടെ സിനിമ വെള്ളിയാഴ്ച റിലീസില്ല. കാരണം നമ്മൾ ഈ ഫാൻസിനൊക്കെ ഒരുപാട്
ഈ മലബാർ ഏരിയയിലെ കളക്ഷൻ നല്ലതായിട്ട് കുറയും. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നമുക്കറിയുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് വ്യാഴാഴ്ചയൊക്കെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന്. രണ്ടാമത്തത് എലക്ഷൻ്റെ ടൈമാണ്. ഈ എലക്ഷൻ്റെ ടൈം ആകുമ്പോൾ ആളുകളൊക്കെ അതിൻ്റെ മൈൻഡിലാവും, അതുകൊണ്ട് അത് കിട്ടില്ല എന്നുള്ള ഒരു പറ്റ ആളുകൾ അങ്ങനെ. പിന്നെ സ്കൂളും കാര്യങ്ങളൊക്കെ എക്സാമും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് വിമർശനങ്ങളൊന്നും. പക്ഷെ നല്ല ടൈമല്ല എന്നൊക്കെ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കണ്ട്. അപ്പോഴും അവരതിൻ്റെ റിലീസ് മാറ്റിയിട്ട് അവർ ആ ഡിസംബർ 5 എന്നുള്ള ഡേറ്റിൽ തന്നെ ഇങ്ങനെ ഉറച്ചു നിന്ന് അവരത് മാറ്റാൻ കൂട്ടാക്കിയിട്ടില്ല. അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിലീസിനോടനുബന്ധിച്ച് അപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു ഇതിന് പ്രൊമോഷൻ ഇല്ല, മമ്മൂട്ടി കമ്പനി ഒരു തട്ടിക്കൂട്ട് കമ്പനിയാണ്. അതുവരെ മമ്മൂട്ടി കമ്പനിയിൽ വരുന്ന പടങ്ങളൊക്കെ നല്ല അടിപൊളി പടം, അതായത് മാസം എന്നല്ല, അവർ തരുന്ന ഒരു പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളതിൽ വിശ്വാസം ഒരുപാട് ആൾക്കാർക്കുണ്ട്. അത് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടെങ്കിലും ചെറിയ കുറച്ച് ആൾക്കാർക്ക് അവർ എന്തൊരു തട്ടിക്കൂട്ടാണെന്നൊക്കെ പറയും. അങ്ങനെ പെട്ടെന്നാണ് അവർ പറഞ്ഞത് ഒരു പ്രീ റിലീസ് ഇവൻ്റ് ഉണ്ട് എന്ന് അവരുടെ ഭാഗത്തുനിന്ന് ഒരു കിട്ടിയത്. അങ്ങനെയാണ് അതിൻ്റെ പ്രീ റിലീസ് ഇവൻറ്റ് ഇന്നേ വരെ മലയാള സിനിമയിൽ കാണാത്ത ഒരു രീതിയിൽ, അതായത് അത്ര വലിയ ക്രൗഡും കാര്യങ്ങളൊക്കെ വെച്ച് ഒരുപാട് പരിപാടികൾ നടന്നിട്ടുണ്ടെങ്കിൽ കൂടി ഇതുപോലെ ഒരു സിനിമക്ക് ഇതൊരു ആക്ഷൻ പടമല്ല, ഒരു മാസ് പടം ഒന്നുമല്ല. അങ്ങനത്തെ ഒരു പടം നമുക്കറിയാം. ഈ പടത്തിൻ്റെ ഏകദേശം രൂപരേഖ ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു പടത്തിന് ഒരു പ്രീ റിലീസ് ഇവൻറ്റ് മമ്മൂക്ക, അതും ഇന്നേ വരെ മലയാള സിനിമ കാണാത്ത രീതി. കാരണം ആ സിനിമയിൽ ഒരു ചെറിയ, അതായത് സിനിമക്ക് പുറത്തും സിനിമക്ക് പിന്നിലും ഉള്ളിലും പുറത്തും എവിടെയൊക്കെ എന്തൊക്കെ ആളുകൾ പ്രവർത്തിച്ചു അവരൊക്കെ എടുത്ത് അവരെ സ്റ്റേജിൽ കൊടുത്തിട്ട്, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മമ്മൂക്കയുടെ ഗുരുക്കന്മാർ അദ്ദേഹത്തിൻ്റെ ഒപ്പം നടന്ന ജൂബിലി ജോയി ചേട്ടനെയും അതുപോലെ തന്നെ ജോഷിയെയും അതുപോലെ ഒരുപാട് നായകന്മാരെ സംവിധാനമൊക്കെ മുന്നിൽ കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇതിൻ്റെ പരിപാടി നല്ല വൃത്തിയായിട്ട് മമ്മൂക്ക നടത്തി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ ഒരു പരിപാടിയിൽ വിനായകനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ തളർത്തി, അത് വേറെ മോശമായ രീതിയിലൊക്കെ തളർത്തിയ ആ ഒരാളെ മമ്മൂക്കയുടെ 2 വാക്കിൽ അന്ന് മുതൽ വിനായകൻ്റെ ഒരു ഹൈ നമ്മൾ കണ്ടു. അദ്ദേഹത്തിന് ഒരുപാട് അദ്ദേഹം പറഞ്ഞ് എത്ര തവണ ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ ഇരിക്കാറില്ല, അല്ലെങ്കിൽ ഞാൻ മാറിക്കും, എന്നെ വിളിക്കുകയും പക്ഷെ ഞാൻ പോകാറ്. കാരണം അത്രത്തോളം നമുക്ക് ആർക്കും പേടില്ല എന്നുള്ളൊരു രീതിയിലുള്ളൊരു വ്യക്തി. പക്ഷെ മമ്മൂക്കയുടെ മുമ്പിൽ ഒരു പൂച്ചക്കുട്ടിയാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മുടെ ബാസി അതുപോലെ തന്നെ ഷൈൻ ടോം ജാക്ക, ഇവരൊക്കെ മമ്മൂക്കയുടെ മുമ്പിൽ വെറും പൂച്ചക്കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ മമ്മൂക്കൊക്കെ അവരെ ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ മമ്മൂക്ക അങ്ങനെയുള്ളവരൊക്കെ തേടി പിടിച്ച് നല്ല രീതിയിൽ, കാരണം നല്ലൊരു റോളും നല്ല ഒക്കെ അവർ കൊടുക്കണം. മറ്റുള്ളവരൊന്നും അങ്ങനെ ചെയ്യാത്തത്, പ്രത്യേകിച്ച് ഈ സിനിമ അങ്ങനത്തെ ഒരു സിനിമ, അതായത് മമ്മൂക്ക വില്ലനാണ്, വിനായകൻ നായകൻ, അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർസും ചെയ്യാത്തൊരു സംഭവമാണ്. ഒരു ഇൻഡസ്ട്രിയിലും ചെയ്യില്ല, മലയാളത്തിൽ പ്രത്യേകിച്ച് ചെയ്യൂല. അത് മമ്മൂക്ക അതിന് ധൈര്യം കാണിച്ചു എന്നുള്ളത് ഹാറ്റ്സ് ഓഫ് ആണ്. അങ്ങനെ ഈ ഒരു സംഭവം നടത്തുമ്പോൾ അതിൽ അഭിനയിച്ച, ഞാൻ അതിന് മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, ഈ സിനിമയിൽ ഏകദേശം 21-22 സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. പക്ഷെ അതിൽ അഭിനയിച്ച് എത്രത്തോളം സ്ത്രീകളുണ്ടോ അവരെല്ലാം ഈ വേദിയിൽ കൊടുന്ന് മമ്മൂക്ക പ്രത്യേകം പരിചയപ്പെടുത്തി, അവർ സ്വയം പരിചയപ്പെടുത്തിയതൊക്കെ ആ ഒരു ഇവൻറ്റിനെ വേറൊരു തലത്തിലേക്ക്, അതിൽ എത്ര ടെക്നീഷ്യൻസ് വർക്ക് ചെയ്തു അവരൊക്കെ ഈ പരിപാടിയിൽ അദ്ദേഹം വിളിച്ചു വരുത്തി നല്ല അടിപൊളിയാക്കി. അതുപോലെ തന്നെ ഒരു പ്രീ റിലീസ് ടീസറും കൂടി പുറത്ത് വിട്ടപ്പോൾ ആ ഒരു ക്യാരക്ടറിൻ്റെ ഡെത്ത്, എന്താണ് ഈ ക്യാരക്ടർ എന്നുള്ളത് അത് നമുക്ക് മനസ്സിലായി. കാരണം അത്രത്തോളം ഒരു ഡെവിളാണ്, അത്രത്തോളം വില്ലനാണ്, ഒരു സൈക്കോ എന്നുള്ളതൊക്കെ നമുക്ക് ആ ഒരു ടീസറിന് മനസ്സിലായി. അതിനുശേഷം എന്നാലും ആളുകൾക്ക് അന്ന് പ്രതീക്ഷകൾ കൂടി. പിന്നെ മമ്മൂക്ക സിനിമകൾ ചെയ്യാത്ത രീതിയിലുള്ള ബുക്കിംഗ്, അതായത് അഡ്വാൻസ് ബുക്കിംഗ്. സാധാരണ മമ്മൂക്കയുടെ പടങ്ങൾക്ക് 1-2 ദിവസം മുമ്പ് ബുക്ക് ചെയ്യുള്ളൂ. പക്ഷെ ഇത് ഒരാഴ്ച മുമ്പ് UAE നമ്മുടെ കേരളത്തിലെ മറ്റുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ എവിടെ ആയാലും അവർ ബുക്കിംഗ് തുടങ്ങി. ഒട്ടും പ്രതീക്ഷിക്കാതെ റിലീസിന് മുമ്പ് തന്നെ 2 കോടി, കേരളത്തിൽ മാത്രം 2,20 ലക്ഷത്തോളം അതിൻ്റെ ഒരു അഡ്വാൻസ് ബുക്കിംഗ്. മറ്റുള്ള GCCയിലൊക്കെ വേറെ ആയിട്ടും നല്ലോണം ബുക്കിംഗ്. പിന്നെ പടം റിലീസായപ്പോൾ നല്ല അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നേ ഒരു സിനിമക്ക് കേൾക്കാത്തില്ല, സിനിമ കാണാത്തവരടക്കം അതിന് പോയിട്ട് അതിൻ്റെ അഭിപ്രായം, അതിൽ ഒരിക്കലും കാണാത്ത ഒരു വില്ലത്തരമാണ് അദ്ദേഹം. അപ്പോൾ ആ ഒരു വില്ലനെ ആഘോഷിക്കും നമ്മളുണ്ട്. സാധാരണ നമ്മൾ നായകന്മാരെ ആഘോഷിക്കും, പക്ഷേ ഒരു വില്ലനെ ആഘോഷിച്ചത് ഈ ഒരു ചിത്രത്തിൽ മാത്രമാവും ഞാൻ ഉറപ്പിച്ച് പറയാം. കാരണം അങ്ങനെ വില്ലനെ ആഘോഷിച്ച ചിത്രമൊന്നും വേറെ എൻ്റെ അറിവിലില്ല. പിന്നെ അതിൽ 1-2-3 ആൾക്കാർ ഇങ്ങനെ ഈ നെഗറ്റീവ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ അവരെ റീച്ചിൽ കാര്യങ്ങളൊക്കെ നെഗറ്റീവ് വരും.
അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് കീഴി പറഞ്ഞിട്ട് ഒരു ചാനലൊക്കെ ഉണ്ട്. അവരൊക്കെ എയറിൽ പോയത് മാത്രം. കാരണം അവർ സാധാരണ പടങ്ങൾക്കൊക്കെ മമ്മൂക്കയുടെ പടങ്ങളൊക്കെ വരുമ്പോൾ നല്ല ഇങ്ങനെ ഇതാക്കി എടുക്കണം. പക്ഷെ എന്താ വെച്ചാൽ അതിന് ശേഷം അവർ നെഗറ്റീവ് ഇട്ടത് അവർ ഫുള്ള് എയർ കയറി. ഇതിനെ കുറ്റം പറഞ്ഞ സാധാരണ അശ്വന്ത് കോക്കൊക്കെ എന്ത് പടം വന്നാലും നെഗറ്റീവ് പറഞ്ഞ ഒരാളാണ്. പുള്ളിയൊക്കെ ഈ പടത്തിന് ഒരു എന്താ പറയുക 10/10 കൊടുത്തിരിക്കണം. അതുപോലെ ഷസാം, അതുപോലെ ഉണ്ണി വ്ളോഗൊക്കെ എന്തിനും നെഗറ്റീവ് കണ്ടുപിടിക്കുന്ന ആളാണ്. പുള്ളിയൊക്കെ നല്ല പോസിറ്റീവ് റിവ്യൂസ്. പിന്നെ പറയണ്ട, സിനിമാ നടന്മാരായിട്ടും അല്ലാതെ ആയിട്ടും മന്ത്രിമാരായിട്ടും നോർമലായിട്ടും കാണാത്തവരൊക്കെ. ഞാൻ അതിനേക്കാൾ രസം തോന്നിയ ഒരു സ്ത്രീ ഒരുപാട് യുഎയിലൊക്കെ പ്രത്യേക ലേഡീസ് ഷോസ് തന്നെ നടത്തിയിട്ടുണ്ട്. ഇത് അതിനേക്കാൾ രസം എന്താ പറയുക, ഒരു 3000 മൈല് ദൂരെ ഫ്ലൈറ്റൊക്കെ കയറിയിട്ട് അവരെ ഒരു സ്ത്രീ അവിടെ തിയേറ്ററില്ല. ആ തിയേറ്ററില്ലാതെ ഈ പടം കാണാൻ വേണ്ടിയിട്ട് 3 ഫ്ലൈറ്റ് പിടിച്ചിട്ട് വന്നിട്ട് ഈ പടം കണ്ട്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ ചിലപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. അങ്ങനെയൊക്കെ ഒരു സിനിമക്കും കിട്ടാത്ത രീതിയിലുള്ള അത്രത്തോളം ആവേശമാണ് ഈ പടത്തിന്. എവിടെ നോക്കിയാലും പിന്നെ പ്രത്യേകിച്ച് അതിലൊരു പാട്ട് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞ കാര്യമാണ്. ഇതിലൊരു പാട്ട് നിലാക്കായ് എന്നുള്ള ഈ പാട്ട് ഒരുപാട് ഇനി റീൽസിൽ കളിക്കാൻ വേണം. സത്യം എവിടെ നോക്കിയാലും ആ പാട്ടാണ്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകം. മാത്രമല്ല ഇതിൻ്റെ കളക്ഷൻ ഡെയിലി 3 ദിവസം കൊണ്ട് 44 കോടിയോളം ഈ ചിത്രം എന്താ പറയുക കളക്ട് ചെയ്തു. അത് വമ്പൻ സംഭവമാണ്. 3 ദിവസം കൊണ്ട് 44 കോടി പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. അതായത് ഇന്നലത്തെ കളക്ഷൻ കൂടെ അത് 50 കോടിയുടെ മേലെ കയറിയിട്ടുണ്ടാവും. എന്തായാലും ഇത് മമ്മൂക്കയുടെ ഒരു 100 കോടി. കാരണം GCCസിലൊക്കെ ഗൾഫ് കൺട്രീസിലൊക്കെ ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ വമ്പൻ ബുക്കിങ്ങാണ്. നല്ല കളക്ഷനായിട്ട് കിട്ടണം. കേരളത്തിൽ പിന്നെ പറയുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ തിയേറ്ററും ഹൗസ്ഫുള്ളായിട്ട് കളിക്കണം. ഒരുപാട് സന്തോഷം. മമ്മൂക്കയുടെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ചില അവന്മാർക്കുള്ള ഒരു കൊട്ടുകൂടിയാണ്. ഇതൊരു മാസ് പടമല്ല, ഒരു കോമഡി പടമല്ല, ഒരു ആക്ഷൻ പടം ഒന്നുമല്ല. ഇത് വെറും ചെറുതായിട്ട് ചെറിയൊരു ബഡ്ജറ്റിൽ ഇറക്കിയ പടം, അതും വലിയ മമ്മൂക്കയുടെ അഭിനയം മാത്രം. ഈ ഒരു ഇതുകൊണ്ട് ഈ ചിത്രം നേടുന്ന ഒരു ഹൈപ്പും ഈ ഒരു സംഭവം അത് ഓരോരുത്തരെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഇനി ഇത് ഒരുപാട് ഈ കൊല്ലം അദ്ദേഹം സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയില്ല. അടുത്ത കൊല്ലം ഈ പടത്തിൽ ചിലപ്പോൾ അദ്ദേഹം നാഷണൽ അവാർഡ് വാങ്ങും. മറ്റുള്ള പാർട്ടിക്കാരെ കളിയൊന്നും ഇല്ലെങ്കിൽ എന്തായാലും അദ്ദേഹം നാഷണൽ അവാർഡ് വാങ്ങാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് പറയുള്ളത് നമ്മുടെ ദിലീപേട്ടൻ്റെ കാര്യം. അദ്ദേഹം ഇന്നലെ 7.5 കൊല്ലത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വിധി വന്നു. അദ്ദേഹം അതിൽ പ്രതിയല്ലാന്ന് തെളിഞ്ഞു. അദ്ദേഹത്തെ വെറുതെ വിട്ടു. ഇപ്പോൾ എന്തുണ്ടായി? അന്നൊക്കെ അദ്ദേഹത്തെ ആട്ടിപ്പായിപ്പിച്ചവരെവിടെ? ഇന്ന് അദ്ദേഹത്തിൻ്റെ കാൽച്ചോട്ടിൽ വന്ന് കിടക്കുക. കാരണം അദ്ദേഹം ഒരുപാട് പറഞ്ഞു ഞാനതിലൊന്നും, കാരണം അദ്ദേഹം അത്രത്തോളം പറഞ്ഞു ഞാനല്ല. ഇതിൻ്റെ ഒക്കെ സംഭവം എന്താ വെച്ചാൽ ദിലീപ് എന്ന വ്യക്തി, ദിലീപ് എന്ന സ്റ്റാർ മലയാള സിനിമയിലെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. അതായത് മമ്മൂക്ക, ലാലേട്ടൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്റ്റാർ വാല്യൂ, ചിലപ്പോൾ അവരെക്കാൾ കൂടുതൽ സ്റ്റാർ വാല്യൂ എന്ന് തന്നെ പറയും. കാരണം എന്താ വെച്ചാൽ ഒരു പടം അദ്ദേഹത്തിൻ്റെ തിയേറ്ററിൽ വന്നാൽ അത് പ്രത്യേകിച്ച് ഒരു കോമഡി പടം കൂടിയാണെങ്കിൽ പിന്നെ മറ്റൊരു പടം റിലീസ് ചെയ്യാനില്ല. കളക്ഷനിൽ അദ്ദേഹത്തിൻ്റെ പടം തന്നെ ആവും മുമ്പിൽ. കാരണം അത്രത്തോളം ജനപ്രിയ നായകൻ അദ്ദേഹം. ആ ഒരു അതായത് ജനപ്രിയ നായകൻ എന്ന ആ ഒരു പേരുണ്ടല്ലോ, ആ ഒരു വിളിപ്പേര്, അത് ഇന്നേ വരെ മലയാള സിനിമയിൽ ഒരാൾക്കും കിട്ടില്ല. മമ്മൂക്കയിൽ ലാലേട്ടൊക്കെ മെഗാസ്റ്റാർ സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ കൂടി ദിലീപേട്ടൻ ഒരു ജനപ്രിയ നായകൻ. അതായത് നമ്മുടെ അയലത്തെ പയ്യൻ എന്നുള്ള ഒരു ഇമേജ് അദ്ദേഹത്തിനുണ്ട്. ആ ഒരു ഇമേജിലാണ് അദ്ദേഹത്തെ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ടു. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ വിഷമം തോന്നിയപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ എന്തായാലും മറുകട്ടം ചാടി. ഒരുപാട് നായികന്മാർ ഇന്ന് അവർക്കൊന്നും സിനിമയില്ലാത്ത ഒരു രീതിയിൽ മുന്നോട്ട് പോകും. എന്നിട്ടും ഈ ഒരു കേസ് ഉണ്ടായിട്ട് കൂടി ദിലീപേട്ടൻ എന്നും സിനിമ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഈ പ്രശ്നം കൊണ്ട് ഒരുപാട് ആളുകൾ കരിവാരി തേക്കാൻ കാരണത്താൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ ഇപ്പോൾ ഇങ്ങനെ പരാജയപ്പെട്ടു പോയി. ഈ അടുത്താണ് അദ്ദേഹത്തിന് വിജയങ്ങൾ വരുന്നത്. ഇനി അദ്ദേഹത്തിന് വരാൻ പോകുന്ന ബബ്ബ എന്ന മൂവിയാണ്. അത് ഈ മാസം 24 ഡിസംബർ 24 ലോകമെമ്പാടും റിലീസ് ചെയ്യും. അതിൽ നമ്മുടെ ലാലേട്ടൻ ഗസ്റ്റ് റോളുണ്ട്. കാരണം അദ്ദേഹം മലയാള സിനിമയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു എന്താ പറയുക ഒരു സ്റ്റാറാന്നുള്ളതിന് ഒരു സംശയം ആർക്കും വേണ്ട. കാരണം മലയാള സിനിമയെ എന്താ പറയുക നമുക്കറിയാം 2020 പോലെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ധൈര്യം കാണിച്ചൊരു പ്രൊഡ്യൂസറാണ്. കാരണം അങ്ങനത്തെ ഒരു സിനിമ എടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ റിസ്ക് ഒന്നുമില്ല, വലിയ റിസ്ക്. അത് മാത്രമല്ല അത്രത്തോളം സ്റ്റാർസിനെ എന്താ പറയുക ഒന്ന് അടുപ്പിച്ച് അഭിനയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അദ്ദേഹം ഡയറക്ടറെല്ലാം കൂടി അദ്ദേഹം പ്രൊഡ്യൂസറാണ് സിനിമയുടെ. അങ്ങനെ ഒരു സംഭവം ഒരാൾക്കും കഴിയും, മലയാള സിനിമ മറ്റൊരാൾക്കും കഴിയില്ല എന്നുള്ള 100% ഉറപ്പുള്ള. അദ്ദേഹത്തിൻ്റെ
അതിൽ അദ്ദേഹം ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഒരുപാട് വേദിയിലൊക്കെ ഓരോരുത്തർ വന്ന് പറയുമ്പോൾ നമുക്കറിയാം. അദ്ദേഹം ഞാൻ ഇവരെ സഹായിക്കുന്നൊന്നും പറയില്ല. അതൊക്കെ ഓരോരുത്തർ വന്നിങ്ങനെ പറയുമ്പോൾ എന്നിട്ടും അദ്ദേഹത്തെ ഇങ്ങനെ ഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇതൊരു എന്താ പറയുക, ഇതിനൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് ഒരു പ്ലാനിങ് ആണ്. അതായത് ഇദ്ദേഹം മലയാള സിനിമയിൽ പെട്ടെന്ന്, അതായത് ഒരു മിമിക്രി താരത്തിൽ നിന്നും പെട്ടെന്ന് ഒരു വലിയ സ്റ്റാർട്ടത്തിലെത്തി അദ്ദേഹം ഒരുപാട് മേഖലകളിൽ എത്തിപ്പിടിച്ചു. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ക്രിമികടി വന്നു. ആ ഒരു രീതിയിൽ അദ്ദേഹത്തെ ഒതുക്കണം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു സംഭവം കൂടി ആ ഒരു എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആ ഒരു സംഭവത്തിൽ അവരൊരു വിധത്തിൽ വിജയിച്ചു എന്ന് പറയാം. പക്ഷേ സത്യം ഒന്നുണ്ടല്ലോ, അത് ഇന്നലത്തോടെ തെളിഞ്ഞു. അദ്ദേഹം പ്രതിയല്ല എന്നുള്ളത് ഇന്നലത്തോടെ തെളിഞ്ഞ്. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു പൂണ്ട് വിളയാട്ടം മലയാള സിനിമയിൽ എല്ലാവർക്കും കാണാം. അദ്ദേഹത്തെ അന്ന് വിമർശിച്ച മലയാളത്തിൽ ഒരുപാട് സ്റ്റാർസ് ഇന്നുണ്ട്, ഒരുപാട് മെയിൻ നായകന്മാരൊക്കെ ഉണ്ട്. ഇന്ന് അവന്മാർ ഒക്കെ ഒന്ന് പത്തി താഴ്ത്തി ഒതുങ്ങേണ്ടി വരും. കാരണം ദിലീപ് ഏട്ടൻ ഈസ് ബാക്ക്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം ഇന്നും ആ ഒരു കേസ് വന്നിട്ട് ഇന്ന് അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അതിൽ വിമുക്തനായിട്ട് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ റേഞ്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഡിസംബർ 24 തിയേറ്ററിലോട്ട് അടുക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്കത് മനസ്സിലാകും. കാരണം അദ്ദേഹമൊന്നും വെറുതെ വന്നല്ല, ഒരുപാട് എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ തരണം ചെയ്ത് വന്ന അങ്ങനെ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഇനി ദിലീപേട്ടൻ്റെ ഒരു പൂണ്ടി വിളയാട്ടം കാണാം. ഒരുപാട് നല്ല നമുക്ക് പ്രതീക്ഷിക്കുന്ന പടങ്ങളുണ്ട് കേട്ടോ. പറക്കുമ്പോൾ അപ്പൻ, അതുപോലെ റൺവേയുടെ 2ാം ഭാഗം, ഇതൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണ മൂവിയാണ്. അതുപോലെ ഇപ്പോൾ ഷാജി കൈലാസിൻ്റെ മകൻ സംവിധാനം ചെയ്യുന്ന മൂവിയിൽ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സിനിമകൾ ഇനി അദ്ദേഹത്തിന് വരാണ്ട്. നമ്മളൊക്കെ അത് കണ്ട് നമ്മളെ പിഞ്ചു മക്കൾ മുതൽ വലിയ പ്രായമുള്ളവരൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ആസ്വാദകരാണ്. കാരണം മറ്റുള്ള തമിഴ്നാട്ടിൽ വരെ അദ്ദേഹത്തിൻ്റെ കോമഡി എവിടെയും വർക്കാവുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിനൊന്നും തഴഞ്ഞിട്ടൊന്നും മലയാള സിനിമ എവിടെയും പോകില്ല. അദ്ദേഹം ഉണ്ടെങ്കിൽ കൂടിയേ ഉള്ളൂ മലയാള സിനിമയൊക്കെ ഫുള്ളാവുള്ളൂ. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സിനിമകളില്ലാത്തൊരു ടൈം, അദ്ദേഹത്തിൻ്റെ ആ ഒരു കോമഡിയൊന്നും ഇല്ലാത്ത സിനിമ. പിന്നെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയ സിനിമകളായി. സിനിമയുടെ രീതി, സ്വഭാവം മൊത്തത്തിൽ മാറി. അപ്പോൾ അദ്ദേഹത്തിന് ചെയ്ത കോമഡി പടങ്ങളിൽ ആ ഒരു റേഞ്ചിലൊന്നും ഒരു സിനിമ എത്തിയിട്ടില്ല. അത് ഇനി വരണമെങ്കിൽ അദ്ദേഹം തന്നെ വരണം. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ രേഖപ്പെടുത്തുക. മാക്സിമം എല്ലാവരും വീഡിയോ എത്തിക്കുക. മാക്സിമം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ ഈ പറഞ്ഞതിൽ എന്തൊക്കെയാണ് സത്യം, എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാമല്ലോ. ഈ വീഡിയോ ഫുള്ള് കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.